നമ്മളിന്ന് മാനേസറിലാണ് ഐക്യാറിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജി. നല്ല മഴയാണ്. സാധാരണ ഡൽഹിയിൽ ഈ സമയത്തൊന്നും മഴ പെയ്യാത്തതാണ്. എനിക്ക് കേരളത്തിൽ നമ്മൾ മഴയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് റെനോയുടെ ഏറ്റവും പുതിയ മോഡലായ 2025 കൈഗറിൻ്റെ റിവ്യൂവിനാണ്. കുറച്ചധികം ചേഞ്ചസ് റെനോ ഈ മോഡലിൽ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൈഗറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് റെനോ എന്ന മാനുഫാക്ചറെ കുറിച്ച് നമുക്ക് പറയണം. കാരണം ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടാകും റെനോ ഇന്ത്യയിൽ നിന്ന് പോവുകയാണെന്നൊക്കെ. പക്ഷേ റെനോ ഫുള്ളി കമ്മിറ്റഡ് ടു ഇന്ത്യയാണ്. റെനോ നിസാൻ്റെ അലയൻസുള്ള ചെന്നൈയിലുള്ള പ്ലാനിൽ നിസാൻ്റെ ഷെയർ കംപ്ലീറ്റ്ലി റെനോ മേടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ റെനോ ഇന്ത്യയിൽ ഒരു ഡിസൈൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ടുള്ള അപ്ഡേറ്റ് ട്രൈബർ വന്ന് ഇപ്പോൾ കൈഗറും ഇനിയും 2-3 മോഡൽസിന് വരാനുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൈഗറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. റെനോ കൈഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2021 അതിനുശേഷം നോക്കിയാൽ ചെറിയ അപ്ഡേറ്റ്സ് മാത്രമാണെന്നുള്ള ഇപ്പോഴാണ് ശരിക്കും ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് വന്നുള്ള. കൈഗറിൻ്റെ പുതിയ മോഡലിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നുള്ള ഈ ഫ്രണ്ട് ഫേഷ്യക്കനെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ പുതിയൊരു ഗ്രില്ലാണ്. ഇത് ആക്ച്വലി നമ്മൾ ട്രൈബറിലാണ് ഈ ഒരു പുതിയ ഗ്രില്ല് റെനോയുടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത്യാവശ്യം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് റെനോ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയാനാണ് റെനോയുടെ ഈ പുതിയ ലോഗോ. ഈ ലോഗോയും ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രൈബറിലാണ്. അതിനുശേഷം ഇപ്പോൾ കൈഗറിൽ വന്നു. ഫ്യൂച്ചർ മോഡൽസിലെല്ലാം ഈ പുതിയ ലോഗോ ആയിരിക്കുന്നതാണ് റെനോ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു മാറ്റം വന്നിട്ടുള്ള ഫ്രണ്ട് ബമ്പറാണ്. ഫ്രണ്ട് ബമ്പറിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെയുള്ള ഡിസൈനൊക്കെ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ഈ ഒരു ട്രപ്പസോഡൽ LED സെറ്റപ്പ് തന്നെയാണ് നേരത്തെ ഉണ്ടായത്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് വന്നാണ്. അതുപോലെ തന്നെ നമുക്കൊരു LED ഫോഗ് ലാമ്പാണ് ഇപ്പോൾ റെനോ നൽകിയിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നില്ല. നമ്മൾ നേരത്തെ കൈഗറിൽ കണ്ട സെയിം ഷേപ്പും കാര്യങ്ങളും തന്നെയാണ് മാറ്റുന്നത്. ഷീറ്റ് മെറ്റൽ കാര്യങ്ങളൊന്നും യാതൊരു ചേഞ്ചസും റെനോ വരുത്തിയിട്ടില്ല. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 16 ഇഞ്ചിൻ്റെ പുതിയൊരു അലോയ് വീൽസ് ഉണ്ട്. നേരത്തെയും അലോയ് വീൽ സൈസ് സെയിം ആയിരുന്നെങ്കിലും ഈ ഒരു ഡിസൈൻ തീം പുതിയതാണ് വന്നിട്ടുള്ളത്. ഇത് ടർബോ മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് റെഡ് കാലിപ്പർ വരുന്നത്. സാധാരണ മോഡലിൽ യൂഷ്വലി ഉള്ളത് ബ്ലാക്ക് കാലിപ്പറാണ് വരുന്നത്. ചെറിയത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടർബോ മോഡലിൽ ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടുള്ളത് റെനോ. അതുപോലെ നമുക്ക് ടർബോ എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ റൂഫ് നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഈ ഒരു കളർ ആക്ച്വലി പുതിയതാണ്. ഇതിനോടൊപ്പം തന്നെ പുതിയൊരു ഗ്രേ കളറോടെ റെനോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 7 കളേഴ്സാണ് ഇപ്പോൾ കൈഗറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റൂഫ് റെയിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഫങ്ഷണൽ റൂഫ് റെയിലാണ്. 50 കിലോളം വെയിറ്റ് നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് റെനോ പറഞ്ഞിട്ടുള്ളത്. വേറെ സൈഡിലേക്ക് മാറ്റങ്ങളൊന്നുമില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഫൈനലി 360 ഡിഗ്രി ക്യാമറ റെനോ കൈഗറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബാക്കി സൈഡിലെ കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഇനി നമുക്ക് റിയറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈഗറിൻ്റെ ഡിസൈൻ തീം പഴയ മോഡലിനായിട്ട് യാതൊരു വ്യത്യാസവും ഈ പുതിയൊരു മോഡലിന് നൽകിയിട്ടുള്ള ഷീറ്റ് മെറ്റലും കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ പുതിയൊരു ഡിസൈൻ തീമാണ് റെനോ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോക്സ് സ്കിപ്പ് പ്ലേറ്റും ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ടെയിൽ ലാമ്പ് നോക്കി കഴിഞ്ഞാൽ ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വന്നുള്ളത്. പക്ഷേ ഇതൊരു ക്ലിയർ ലെൻസ് അല്ലെങ്കിൽ ഒരു സ്മോക്ക് എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് റെനോ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റെനോയുടെ പുതിയ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. കൈഗറിനുള്ള ബാഡ്ജിങ്ങും ഉണ്ട്. അതുപോലെ വൈപ്പർ, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് ആക്ച്വലി നേരത്തുള്ള മോഡലും കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ ഒരു സെയിം തീം തന്നെ പുതിയ മോഡലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. 400+ ലിറ്റേഴ്സിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് റെനോ കൈഗറിന് നൽകിയിട്ടുള്ളത്. 60-40 എന്നുള്ള സ്പ്ലിറ്റ് സീറ്റ് ഉണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം നന്നായിട്ട് ക്യാരി ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. കൈഗറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്ന ഡിസൈൻ തീം കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണെന്നാണ്. പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നേക്കണം ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നേരത്തെ 7 ഇഞ്ച് ആയിരുന്നത്. ഇപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ട് സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഡിസൈൻ തീം കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പഴയ മോഡൽ അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നോക്കിയാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB കാര്യങ്ങൾ, വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുതിയ മോഡലിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നത്. പക്ഷേ റെനോയുടെ അപ്ഡേറ്റഡ് ലോഗോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്കൊരു യെല്ലോ സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കളർ തീം മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് റെനോ നൽകുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു യെല്ലോ തീമിലാണ് റെനോയുടെ ലോഗോ എടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് ഒരു യെല്ലോ തീമാണ് വന്നിട്ടുള്ളത്. സ്പേസ് കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സെയിം സ്പേസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു മാറ്റം വന്നിട്ടുണ്ട്. റെനോ സേഫ്റ്റിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ 20+ ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ റെനോ കൈഗറിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ എഞ്ചിനീയേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് സ്ട്രക്ചറൽ റിജിഡിറ്റി കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഇമ്പാക്ട് വരുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് റെനോ പറഞ്ഞത്. ഇതൊരു ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ഇന്റീരിയർ റിയർവ്യൂ മിറർ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം റെനോ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് വരുന്നുണ്ട്. റിയറിലും AC വെൻസും കാര്യങ്ങളെല്ലാം റെനോ നൽകിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന് വന്നിട്ടുള്ളത്. പെർഫോമൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്താണ് റെനോ ഈ മോഡലിൽ ഇറക്കിയിട്ടുള്ളത്. റെനോ കൈഗറിൽ 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും
എഞ്ചിനും 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും. ഈ 2 എഞ്ചിൻ ഓപ്ഷൻ നേരത്തെയും കൈഗറിൽ അവൈലബിൾ ആയിരുന്നു. 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ പവർ വരുന്നത് 72 PS ആണ്. എന്നാൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പവർ വരുന്നത് 100 PS അതുപോലെ 160 Nm ആണ് ടോർക്ക് വരുന്നത്. റെനോ കൈഗറിൽ നമുക്ക് 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT അതുപോലെ CVT. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന കൈഗറിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനാണ് വിത്ത് CVT ട്രാൻസ്മിഷനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ നേരത്തെ ഉള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. പവറിലോ കാര്യങ്ങളിലൊന്നും യാതൊരു ഡിഫറൻസോ കാര്യങ്ങളും വരുത്തിയിട്ടില്ല. നമുക്ക് ഇതിനകത്ത് 3 ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്: ഈക്കോ, നോർമൽ, സ്പോർട്ട്. ശരിക്കും ഈ 3 ഡ്രൈവിംഗ് മോഡ്സിൽ വളരെയധികം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇക്കോ മോഡിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇക്കോ മോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഇത് കുറച്ചുകൂടി ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാല് കൊടുക്കും, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വളരെ ലീനിയർ ആയിട്ടാണ് എഞ്ചിൻ റെസ്പോൺസും കാര്യങ്ങളെല്ലാം വരുന്നത്. കൂടുതലും എഫിഷ്യൻസി, അതായത് നമ്മളൊരു പെട്ടെന്ന് നമ്മൾ സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ഒരു RPM ഒക്കെ നോക്കി സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം എഫിഷ്യൻസിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നാൽ നോർമൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എവരിഡേ ഡ്രൈവിംഗാണ്. കാരണം അത്യാവശ്യം പെർഫോമൻസും ഉണ്ട് എന്നാൽ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഇക്കോയിൽ നിന്ന് നോർമലിലേക്ക് വരുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ട്യൂണിങ് ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. കാരണം ഇക്കോ കുറച്ച് ഡള്ളാണെന്നെങ്കിൽ നോർമൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് ത്രോട്ടിൽ ഇൻപുട്ടിലാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. സസ്പെൻഷനിലെ കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇടുമ്പോഴാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. സ്പോർട്സ് മോഡിൽ വരുമ്പോൾ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ 30-ലാണ്. ശരിക്കും ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വാവ് 60, 70, 80 ഈസിലി നമ്മൾ 100 കിലോമീറ്റേഴ്സ് എത്തി. ശരിക്കും നോർമലി ഇന്ന് സ്പോർട്സിലേക്ക് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് ആ കർവ് ലീനിയർ ആണെങ്കിൽ പോലും സ്പോർട്ടിൽ വരുമ്പോൾ ട്യൂണിങ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു എൻത്യൂസിയാസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ആ എഞ്ചിൻ റബ്ബ് ചെയ്ത് കാരണം കുറച്ച് സൗണ്ട് ഉള്ളിലേക്ക് കേൾക്കാം. പക്ഷേ സ്റ്റിൽ ഫാർ ബെറ്ററാണ്. നമുക്കൊരു 3 മോഡലും ഈക്കോ, നോർമൽ, സ്പോർട്ട് ഈ 3 മോഡലും ശരിക്കും എഞ്ചിൻ്റെ ട്യൂണിങ്ങും അതുപോലെ ട്രാൻസ്മിഷൻ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഡൈനാമിക്സ് പോയി കഴിഞ്ഞാൽ കാര്യമായ ഡിഫറൻസ് ഒന്നും വന്നില്ല. സസ്പെൻഷനിലോ സ്റ്റിയറിംഗിലോ കാര്യങ്ങളോ ഒന്നും ഡിഫറൻസ് ഇല്ല 3-ലും. പക്ഷേ എഞ്ചിൻ ട്യൂണിങ്ങും ട്രാൻസ്മിഷൻ ട്യൂണിങ്ങിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളുണ്ട്. സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൂടെ 80-100 ഒക്കെ ക്രൂയിസിൻ്റെ ടൈമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് സ്റ്റിയറിംഗിൽ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ പോകുന്ന 80-ലാണ്, നമ്മുടെ യൂഷ്വൽ ഹൈവേ ലിമിറ്റ് സ്പീഡിലാണ് പോകുന്നത്. റോഡും ഏകദേശം അതുപോലെയാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഹാൻഡ്ലിംഗ് നമ്മൾ എടുത്തു വരണം കോർണറൊക്കെ വരുമ്പോൾ. കാരണം അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഐക്കാറിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ബാങ്കിങ് കോർണറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോർണറിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം 70 കിലോമീറ്റേഴ്സിലാണ് പോകുന്നത്. നമ്മൾ അത്യാവശ്യം കോർണർ എടുത്തു കഴിഞ്ഞാൽ പോലും ബാങ്കിങ് ആണ്, ബട്ട് സ്റ്റിൽ എനിക്ക് അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റ്, സ്റ്റിയറിംഗ് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വാവ് നൈസ്. ആ ഒരു സ്റ്റേബിലിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ടയർ കുറച്ച് ഗ്രിപ്പ് കുറയുന്നുണ്ടോ എന്നൊരു ഫീൽ ഉണ്ട്. പക്ഷേ മെക്കാനിക്കലി നോക്കി കഴിഞ്ഞാൽ നല്ല സ്റ്റേബിളാണ്. നമ്മൾ ഹൈവേയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 100-ലൊക്കെ പോയി കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി, സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുതായിട്ട് എഞ്ചിൻ നോയ്സും റോഡ് നോയ്സും കയറി വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളെല്ലാം വളരെ നല്ലൊരു ഷോപ്പ് ഫുട്ടഡ് ആണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹോട്ട് ഹാച്ച് ലെവലുള്ള ഹാൻഡ്ലിംഗ് അല്ല, പക്ഷേ ഒരു SUV എന്ന രീതിയിൽ വളരെ നല്ല ഹാൻഡ്ലിംഗ് ആണുള്ളത്. നമ്മൾ അടുത്തൊരു കോർണറിൽ എത്തേണ്ട ഐക്കാറിൽ നമുക്ക് ഈ ഒരു ബാങ്കിങ് സെക്ഷൻ നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹാൻഡ്ലിംഗ് ആണുള്ളത്. നമുക്ക് സ്റ്റേബിളായിട്ട് കോർണർ കീപ്പ് ചെയ്യാനും സാധിക്കും. സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. സോ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അവർ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ ഒരു ടർബോ പെട്രോൾ മോഡൽ വന്നത്. നമുക്ക് ടർബോയും നോൺ ടർബോയും തമ്മിൽ സസ്പെൻഷനിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കൊരു ടെസ്റ്റിങ്ങിന് ഫുൾ ഉണ്ടാകുന്ന ടർബോ മോഡലായിരുന്നു. ബട്ട് ഹാൻഡ്ലിംഗ് വൈസ് തംസ് അപ്പ്. ഫൈനലി റെനോ നമുക്ക് കൈഗറിൽ വെന്റിലേറ്റർ സീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ മസ്റ്റ് ആവാണ്. ഇന്ത്യയിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വേണമെന്നാണ്. കാരണം നമ്മുടെ ചൂടും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ചൂട് കാരണം തന്നെ നമുക്ക് വെന്റിലേറ്റർ സീറ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്യാൻ സാധിക്കും. AC-യുടെ അത്രയും കൂടുതൽ നമുക്ക് ഫാൻ സ്പീഡോ കാര്യങ്ങളും കൂട്ടിയിടാൻ തന്നെ പെട്ടെന്ന് കൂൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ 360-ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് റെനോ കൈഗറിൽ നൽകുന്നത്. അതുപോലെ തന്നെ 20+ ഫീച്ചേഴ്സ്, 20+ സേഫ്റ്റി പാസീവ് ഫീച്ചേഴ്സും ഇപ്പോൾ കൈഗറിൽ റെനോ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയൻ്റ് ലൈനപ്പിൻ്റെ പേരുകളൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻട്രി ലെവൽ മോഡലിൻ്റെ വില നോക്കി കഴിഞ്ഞാൽ 14,000 റുപ്പീസാണ്. 14,000 രൂപയാണ് കൂടിയിട്ടുള്ളത്. പക്ഷേ 14,000 രൂപ കൂടിയെങ്കിലും നമുക്ക് അത്യാവശ്യം ചേഞ്ചസും കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് നോക്കിയാൽ ജസ്റ്റ് 6,000 റുപ്പീസ്, 6,000 രൂപ മാത്രമാണ് കൂടിയിരുന്നത്. 6,000 രൂപയ്ക്ക് നമുക്ക് പുതിയ മോഡൽ ലഭിക്കുന്ന 360-ഡിഗ്രി ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ റെനോ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് വേരിയൻ്റെ വില സ്റ്റാർട്ടിങ് നോക്കി
നോക്കിക്കഴിഞ്ഞാൽ 6.30 lakhs ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ഞാനിപ്പോൾ ഓടിക്കുന്ന വേരിയൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ 11.30 lakhs ആണ്. ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മോഡൽസ് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് ശരിക്കും റെനോ കൈഗറിൽ ഓഫർ ആണ്. സോ നിങ്ങളൊരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കൺസിഡർ കൈഗർ. കാരണം പെർഫോമൻസ്, കംഫർട്ട്, ഫീച്ചേഴ്സ്, സേഫ്റ്റി, ഈ കാര്യങ്ങളെല്ലാം പുതിയ കൈഗർ കുറച്ചുകൂടി പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ നിങ്ങൾക്ക് കൈഗറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.